ഹായ്, ഇന്നെന്താന്നല്ലേ, കുറച്ച് നാൾ മുന്നേ ഞാൻ ഒരു സ്കൂളിൽ നിന്ന് വാല്യുവേഷൻ കഴിഞ്ഞിട്ട് റെഡ് ടാക്സിയിൽ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. റെഡ് ടാക്സി എന്ന് പറയുന്നത് നമ്മുടെ തമിഴ്നാട്ടിൽ നമ്മുടെ നാട്ടിലെ യൂബറൊക്കെ പോലെയുള്ളൊരു ടാക്സി സിസ്റ്റമാണ്. അതിങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്ന സമയത്ത് പെട്ടെന്ന് ഒരു ഫ്യൂണറൽ ഇങ്ങനെ, അതായത് ഇവിടെ ഇങ്ങനെ ഒരു വണ്ടിയിൽ ഭയങ്കര ആഘോഷമൊക്കെ ആയിട്ട് ഡെഡ് ബോഡി കൊണ്ടുപോകുമല്ലോ, അങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. അതിലിങ്ങനെ പൂക്കൾ കൊണ്ട് റോഡ് മുഴുവൻ ഇങ്ങനെ ചൊരിഞ്ഞേക്കുവാണ്. നല്ല എന്താ പറയുക, ഇങ്ങനെ ഫ്ലവർ ബെഡ്സ് എന്ന് നമുക്ക് വേണമെങ്കിൽ പറയാം, അങ്ങനെ പൂക്കൾ പോകാൻ. അപ്പോൾ ഞാനിങ്ങനെ നോക്കി ചിരിച്ചു. അപ്പോൾ എന്നോട് ഡ്രൈവർ ചോദിച്ചു, എന്താ സാർ ഞാൻ ചിരിക്കുന്നത്? അപ്പോൾ പറഞ്ഞു, മരിച്ച ആള് ഭയങ്കര ക്യാഷുള്ള ആളാന്ന് തോന്നുന്നു, നോക്കി അവരെ എന്തോരം പൂക്കളാ ഇങ്ങനെ കളഞ്ഞേക്കുന്നതെന്ന്. അപ്പോൾ പറഞ്ഞു, അതങ്ങനെയല്ല സാർ, ക്യാഷും വരാം, അതേപോലെ തന്നെ വേറൊരു ഫാക്ടർ ഉണ്ട്. ഇപ്പോൾ എൻ്റെ ഒരു സുഹൃത്ത് മരിച്ചു എന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ ഞാൻ അയാളെ കാണാൻ പോകുമ്പം ഒരുപാട് പൂക്കൾ മേടിച്ചിട്ടാണ് പോവുക. അപ്പോൾ അതെനിക്ക് എവിടെയോ ഒന്ന് ഭയങ്കരമായിട്ട് ഫീൽ ചെയ്തു. അപ്പം ഞാനിങ്ങനെ ഇരുന്ന് ആലോചിച്ചു. ഞാൻ ആ വഴി നിന്ന് അത്രയും ആ കാര്യങ്ങൾ പറയുമ്പോൾ പോലും ആ വഴികളിലെ പൂക്കളെ ഇത് കഴിഞ്ഞിട്ടുണ്ടായിരുന്നില്ല. എന്തോ ഒരു സൗഹൃദങ്ങളുള്ള ഒരു മനുഷ്യനായിരിക്കുക ചിലപ്പോൾ അത്, ഇല്ലേ? നമ്മുടെ അവസാനമായിട്ട് അയാളെ കാണുമ്പോഴേക്ക് പൂക്കൾ മേടിച്ചിട്ട് കൊണ്ടുപോകുന്നു. അപ്പോൾ അയാളുടെ ഗ്രേവേറ്റിലേക്ക് പോകുന്ന വഴി ആ പൂക്കൾ ആളുകൾ ഇങ്ങനെ വഴിയിലേക്ക് ഇങ്ങനെ ഇട്ടിട്ട് പോവുകയാണ്. ഇത് കഴിഞ്ഞ് 2 ദിവസം മുന്നേ ഞാൻ നടക്കാൻ പോകുമ്പോൾ ഞാൻ വേറൊരു ഫ്യൂണറൽ ഇതുപോലെ കണ്ടു. അതായത് അങ്ങോട്ടേക്കുള്ള ഒരു യാത്ര ഞാനിങ്ങനെ കണ്ടു. 2-3 പിള്ളേർ ആ വണ്ടിയുടെ ഫ്രണ്ടിൽ നിന്നിട്ട് ഇടയ്ക്കിങ്ങനെ ഡ്രമ്മൊക്കെ തട്ടുന്നുണ്ട്. പിന്നെ ഒരു 3-4 പൂമാല അവിടെ ഇവിടെയൊക്കെ തൂക്കിയിട്ടിട്ടുണ്ട്. അതിലൊരാൾ 1-2 പൂക്കൾ ഇങ്ങനെ പറിച്ച് പുറത്തേക്ക് ഇടുന്നുണ്ട്. അപ്പോൾ ഞാനിങ്ങനെ ചിന്തിച്ചു, അയ്യോ, എന്താ ഇയാളെ കാണാൻ പോകുന്ന സമയത്ത് ആരും പൂക്കൾ മേടിക്കാതെയാണോ പോയത്? അതോ ഇയാൾ മരിച്ചതിനെ ആരും അറിഞ്ഞില്ലേ? അതോ ഇനി ഒരു പൂമാല മേടിച്ചു കൊടുക്കാൻ പോലുള്ള സൗഹൃദങ്ങൾ ഇയാൾക്ക് ഉണ്ടായിരുന്നില്ലേ എന്നൊക്കെ ഇങ്ങനെ ഞാൻ വെറുതെ കുറേ നേരം ഇങ്ങനെ ആലോചിച്ചു. ലൈഫ് എന്തൊരു മിസ്റ്ററി ആണല്ലേ.